ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളെന്ന് 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഭിന്നക ഗുണനം എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും എന്താ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഭിന്നകം അഭിന്നകം എന്നിരുന്നാലും അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പേഴ്സ് എന്താണ്? നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് P/Q, ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഇതിൻ്റെ അകത്തൊരു കണ്ടീഷൻ P/Q വേർ Q നോട്ട് ഈക്വൽ ടു 0. ഇവിടെ Q 0 ആവാൻ പാടില്ല. അപ്പൊ ഏതെല്ലാം റാഷണൽ നമ്പേഴ്സ് വരും? നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ? നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരും അറിയാലോ? 1, 2, 3 ഇതെല്ലാം എന്തായിട്ട് എഴുതാൻ പറ്റും? നമുക്ക് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റും. 2, 3 ഞങ്ങൾ പോവുകയാണ്. അപ്പൊ 2 is 2/1 അല്ലെങ്കിൽ 4/2 is 2. നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ് വിത്ത് 0, 1, 2, 3 ഇങ്ങനെ പോകും. ഇതും P/Q ഫോമിൽ നമുക്ക് എഴുതാൻ കഴിയും. പിന്നെ ഇന്റിജേഴ്സ് ഏതൊക്കെയാണ്? ഇന്റിജേഴ്സ് നെഗറ്റീവ്, പോസിറ്റീവ്, ഇൻക്ലൂഡിങ് 0 are called integers. ഇതൊക്കെ -2, -1, 0, 1, 2 ഇങ്ങനെ പോകുന്നതാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെല്ലാം നമുക്ക് മൊത്തത്തിൽ ഏത് പേര് വിളിക്കാം? നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പേര് വിളിക്കാം. ഈ ഫോമിൽ ഉള്ള ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. ഇനി ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാലോ? റാഷണൽ അല്ലാത്ത എല്ലാം ഇറാഷണൽ അല്ലെ? ഇറാഷണൽ നമ്പേഴ്സ് ദാറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റാത്തതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ്. നമുക്ക് അതിന് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. √2 ന്യൂ നമ്പേഴ്സിൽ പഠിച്ചായിരുന്നല്ലോ. √3 പിന്നെ ഏതൊക്കെ വരും? √5, √7, √11 പിന്നെ പൈ. ഇതെല്ലാം നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. അപ്പം ഇങ്ങനെ ഉള്ള നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പഠിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ഇറാഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം 1 × 1 is 1 നമുക്കറിയാം അല്ലേ? √1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2 × 2 is 4. √4 = 2. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നു. ഇങ്ങനെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ നോക്കിക്കേ, √9 = 3. ഇങ്ങനെ നമുക്ക് എഴുതി പോകുന്ന നമ്പേഴ്സ് ഇതെല്ലാം ആ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ആ നമ്പർ എന്തായിട്ട് മാറും? പൂർണ്ണവർഗമായിട്ട് മാറും. ആ പൂർണ്ണവർഗത്തിനെല്ലാം നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ചില സംഖ്യകൾ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത സംഖ്യകളുണ്ട്. ആ സംഖ്യകളെല്ലാം ഏതിൽ വരും? ഇറാഷണൽ നമ്പേഴ്സിൽ പെടും. വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇത് റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പറിന്റെ ഇറാഷണൽ നമ്പറോട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. 3 × √2 എത്ര വരും? 3√2 എന്ന് പറയും. √2 × √3 രണ്ട് ഇറാഷണൽ നമ്പർ എത്ര വരും? √. ഇനി ഇത് നമുക്ക് കുറച്ച് ജിയോമെട്രിക്കൽ ഫോമിൽ ഇത് പഠിക്കാം. ഈ ഫിഗർ നോക്കിക്കേ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ? ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ 1 മീറ്റർ 1 മീറ്റർ. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഒരു സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടനോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 1 സ്ക്വയർ 1, 1 + 1 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ ഹൈപ്പോട്ടനോസ് എത്രയായിരിക്കും? ഹൈപ്പോട്ടനോസ് ഇസ് ഈക്വൽ ടു √2. അപ്പൊ ഈ സൈഡ് നമുക്ക് √2 എന്ന് കിട്ടും. അപ്പൊ എല്ലാ സൈഡും എത്രയായിരിക്കും? √2 തന്നെ ആയിരിക്കും. സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് പെരിമീറ്റർ എന്ന് പറയുന്നത് സം ഓഫ് 4 sides. പെരിമീറ്റർ ഈക്വൽസ് √2 + √2 + √2 + √2 അല്ലെങ്കിൽ
4 into √2 എന്ന് എഴുതാം. അപ്പം ഇതെന്താണ്? 1 √2, 2 √2, 3 √2, 4 √2. അപ്പൊ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? 4 √2 എന്ന് എഴുതാം. 4 √2 മീറ്റർ എന്ന് എഴുതാം. ഓർ അല്ല, പെരിമീറ്റർ അറിയാം നമുക്ക്. 4 into 1 side, 4 into √2, 4 √2 മീറ്റർ. ഇങ്ങനെയും കിട്ടും. ഇത് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഈ ലെസന്റെ പേര് തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക്, ഇത് ടെക്സ്റ്റുള്ള ഒരു ഫിഗർ ആണ്. അപ്പം ഇവിടെ നമുക്ക് എല്ലാ സൈഡും 2 ആണ്. ഇത് 2 കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എത്ര വരും? 1 വരും, 1 മീറ്റർ. ഇവിടെ എത്ര വരും? 1 മീറ്റർ. അപ്പം ഇക്വലാറ്റർ ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് 2 ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് 2 ആണ്. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ 4 is equal to 1 plus altitude square. Therefore, a square is equal to 4 minus 1. ഇപ്പുറത്ത് കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. Therefore, a is equal to √3. അതായത് ഹൈറ്റ് ആണ് നമുക്ക് എന്താ കിട്ടിയത്? √3 എന്ന് കിട്ടിയത്. ഇവിടെ നമുക്ക് √3 എന്ന് കിട്ടി. അപ്പൊ അത് തന്നെയല്ലേ ഇപ്പുറത്തെ ഫിഗറിലും കിട്ടുന്നത്? ഇപ്പുറത്തെ ഫിഗറിലും √3 തന്നെ ആണ്. ഇനി നമുക്ക് എന്താണ്? ഈ ഹൈറ്റ് കിട്ടി അല്ലേ? √3. അതാണ് ഇവിടെ √3 എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇത് മൊത്തം നീളം എത്രയാ? 1ഉം ഇവിടെ 1, ഇവിടെ 1, അപ്പൊ 2. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടി. ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്. ഇത് ലെങ്ത്. അപ്പൊ ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 1 + 1, 2 into breadth is √3. അപ്പൊ 2 into √3 is equal to 2 √3. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം, √3യുടെ വാല്യൂ. ഇനി ഫിഗർ ഒന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. √4 into √25. അപ്പോൾ √4 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. √4 is 2, √25 is 5, is equal to 10 എന്ന് കിട്ടും. അല്ല, നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. √4 into √25 is √4 into, ഇവിടെ ചോദ്യം ഒന്നുകൂടെ എഴുതാം, √4 into √25 equals √4 into 25, √100. 100ന്റെ റൂട്ട് എത്ര? 10 എന്ന് കിട്ടും. ഇനി വേറൊരു ഫ്രാക്ഷൻ നമുക്ക് നോക്കിയാലോ. √1/4 into √9/25 ഈക്വൽസ്, ഇത് നമുക്ക് അല്ലാതെ ചെയ്യുമ്പോൾ എത്ര? 1ന്റെ റൂട്ട് 1, 4ന്റെ റൂട്ട് 2, 9ന്റെ റൂട്ട് 3, 3 into 3 is 9, 25ന്റെ റൂട്ട് 5. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 3/10 എന്ന് കിട്ടും. ഇതല്ലാതെ രീതിയിൽ എങ്ങനെ ചെയ്യാം? √1/4 into √9/25, 1/4 ആണ്, ഈക്വൽസ് √1/4 into 9/25 equals √1 into 9 is 9/4 into 25 is 100. അങ്ങനെ നമുക്ക് ഇവിടെ എഴുതാം. 1 into 9/4 into 25 equals √9/100. 9ന്റെ റൂട്ട് എത്ര? 3. പുറത്തോട്ട് തന്നെ എഴുതാം. 3/10. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയത്. അപ്പൊ നമുക്ക്
3/10 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഒരു ജനറലൈസേഷനിൽ എത്താൻ പറ്റും. എന്താണ്? ഇപ്പം നമ്പേഴ്സിന് എക്സ് എന്നും വൈ എന്നും, അതായത് റൂട്ട് എക്സ് എന്നോ റൂട്ട് വൈ എന്നോ എടുത്താൽ റൂട്ട് ഓഫ് എക്സ് വൈ ഫോർ ഓൾ നമ്പേഴ്സ്. ഇത് നമുക്ക് ജനറലൈസേഷനിൽ എത്താം. റൂട്ട് ഓഫ് എക്സ്, റൂട്ട് 2 എന്നോ റൂട്ട് 3 എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം എന്താണ്? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൈ ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. റൂട്ട് എക്സ് വൈ ഫോർ ഓൾ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന എക്സാമ്പിള് അതിന് ഉദാഹരണം തന്നെയാണ്. റൂട്ട് 5 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 5 ഇൻറ്റു 2 ഈക്വൽസ് റൂട്ട് 10. രണ്ട് ഇറാഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. റൂട്ട് 18, റൂട്ട് 18 എടുത്താലോ? റൂട്ട് 18 നമുക്ക് എന്താണ്? 9 ഇൻറ്റു 2 എന്ന് എഴുതാം. 9 2s 18. 9ന്റെ റൂട്ട് ഉണ്ടല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. റൂട്ട് 9 ഈസ് 3 ഇൻറ്റു റൂട്ട് 2 ഈക്വൽസ് 3 റൂട്ട് 2 എന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേജ് 88-ലെ ഒന്നാമത്തെ ചോദ്യം. വി ക്യാൻ മേക്ക് എ റെക്ടാംഗിൾ യൂസിങ് 4 equilateral triangles of the same size but by cutting 2 of them along the heights and rearranging these pieces and the other 2 whole triangles. നോക്കിക്കേ, എത്ര 5 ചിത്രം കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിളിനെ വെട്ടി എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ടെക്സ്റ്റില് ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എല്ലാം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളെ 2 കഷ്ണമാക്കി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ 2 കഷ്ണമാക്കി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഈ ട്രയാങ്കിൾ ഇവിടെ, ഈ ട്രയാങ്കിൾ ഇവിടെ. മനസ്സിലായി? ഇതെല്ലാം കൂടെ ഇത്രയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് ഒരു റെക്ടാങ്കിൾ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കളറൊക്കെ അടിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഇത് ഗ്രീൻ ആണ്, ഇത് 2 ലൈറ്റ് ഗ്രീൻ ആണ്. അത് 2 ഇവിടെ വെച്ചിരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ നമുക്ക്. ഈ 1 2 അങ്ങനെ പേര് കൊടുക്കാം. അപ്പൊ മനസ്സിലാവും. 1 2 3 4 5 6 പീസ് ഉണ്ട്. ഇവിടെ 1 2 വെച്ച്, പിന്നെ 3 4 ഇവിടെ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ 5 വെച്ച്, 6 വെച്ച്. അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. എന്താണ്? പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് പെരിമീറ്റർ ഒക്കെ കണ്ടുപിടിക്കണേ നമുക്ക് ഇതിന്റെ ഹൈറ്റ് വേണം അല്ലേ? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളില് 2 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഈച്ച് സൈഡ് 2. ഇവിടെ 2, ഇവിടെയും 2, ഇവിടെ 1 1. അപ്പം എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഇതെല്ലാം സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1. നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. എന്താണ്? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ബി എന്ന് എഴുതാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് 90യുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഹൈപ്പോട്ടനൂസ് എത്രയാണ്? 2 ആണ് അല്ലേ? ഈ 2 ആണ് ഹൈപ്പോട്ടനൂസ് ആയിട്ട് വരിക. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ്. അപ്പൊ ആദ്യം ഒരു ട്രയാങ്കിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് 2 പീസ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ബേസ് ഇതാണ്. ഇത് 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 4 ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ കിട്ടും? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ഒന്ന് കുറച്ചാൽ മതി അല്ലെ? 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 3. എ സ്ക്വയർ 3 ആണെങ്കിൽ എ എത്ര? റൂട്ട് 3. റൂട്ട് ഓഫ് 3 റൂട്ട് 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് നമുക്ക് ഹൈറ്റ് കിട്ടി. ഹൈറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ ഹൈറ്റ്, ഈ റൂട്ട് 3 ഈ ഫിഗറിനകത്ത് എവിടെയായിട്ട് വരും? ഇതല്ലേ റൂട്ട് 3. ഇവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്
√3. അപ്പൊ ആ √3 ഇവിടെ വരുന്നത്. അപ്പൊ ഇതെത്ര? ഇതും √3. ഇതെത്ര? അതും √3. ഇതെത്ര? അതും √3. മനസ്സിലായോ? ബേസ് എത്ര? 1 + 1 2. 2. ഇനി നമുക്ക് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാം. നമുക്കിനി പെരിമീറ്റർ കാണാം. എന്താണ്? ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈക്വൽസ് 2 × L + B ഈക്വൽസ് 2 × ലെങ്ത് എത്രയാണ്? നോക്കിക്കേ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 × ലെങ്ത് √3 + √3. നോക്കിക്കേ, √3 + √3. ഇപ്പൊ x + x ആണ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? 2x. അതുപോലെ √3 + √3, ഒരു √3 രണ്ട് √3. അതുകൊണ്ട് 2√3 എന്നാണ് നമുക്ക് കിട്ടുക. ഒരു √3 രണ്ട് √3, 3 √3 ഉണ്ടെങ്കിൽ 3√3. മനസ്സിലായോ? അപ്പൊ ഇവിടെ 2√3 എഴുതും. ബ്രെഡ്ത്ത് എത്ര? 2 ആണ്. അപ്പൊ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന? ഇതിന്നൊരു 2 അങ്ങ് പുറത്തെടുക്കാം. ഈക്വൽസ് 2 × 2. 2 × 2 √3 + 1 എന്ന് കിട്ടും. മനസ്സിലായോ? 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുക. അതാണ് ബ്രാക്കറ്റിനകത്ത് എഴുതുന്നത്. √3 + 1. അപ്പൊ 2 × 2 is 4. 4 × √3 + 1 ഈക്വൽസ് 4 × √3 + 1. അപ്പൊ √3യുടെ വാല്യൂ നമുക്ക് ഇടാം. 1. ഞാൻ ഇങ്ങോട്ടങ്ങ് എഴുതുക. ഈക്വൽ 4 × √3യുടെ വാല്യൂ എടുക്കാം. 1.732 + 1 ഈക്വൽ 4 × 1 മീൻസ് 1.00. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 1 + 1 2.732. അപ്പൊ 2.732നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കേ, 2.732 × 4. 4 2 8, 4 3 12, 2 1 7 4 28 + 1 29, 2 4 2 8 + 2 10 ഈക്വൽസ് 10.928 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്കപ്പം പെരിമീറ്റർ കിട്ടി. നമുക്ക് എത്ര കിട്ടുക? പെരിമീറ്റർ ഈക്വൽസ് 10.928 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണം? ഇനി ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഈക്വൽസ് ലെങ്ത് × ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടിയത്? √3 + √3 2√3. 2√3 × 2. അപ്പൊ ആദ്യം സംഖ്യ 2 × 2 2 × √3 × 2 ഇങ്ങനെ എഴുതാം. അപ്പൊ 2 × 2 is 4. 4 × √3 is 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്നും പെരിമീറ്റർ 10.928 സെന്റിമീറ്റർ എന്നും കിട്ടി. എടുത്ത് എഴുതാം. ഏരിയ ഈക്വൽസ് 4√3 സെന്റിമീറ്റർ. നമുക്കിവിടെ √3ക്ക് വാല്യൂ കൊടുക്കാം. 4 × 1.732. 1.732 × 4 8 12 1 2 6. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഏരിയ ഈക്വൽസ് 6.928 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സസൈസിൽ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.